ഇത് സോജത്ത് എന്ന് പറഞ്ഞൊരു ബ്രീഡാണ്, രാജസ്ഥാൻ ബ്രീഡാണ്. ഇത് ജമുനാപാരി, ഷിരോഹി ബ്രീഡുകളുടെ സങ്കരവർഗ്ഗമാണ്. ഇതിന് ഹൈബ്രിഡാണ്. ഇത് ഹെവി ബോഡിയാണ്, പാലുൽപാദനത്തിൽ വളരെ പുറകിലാണ്. 1 ലിറ്റർ പാലുണ്ടാവുള്ളൂ. പക്ഷേ ഒരു വയസ്സിൽ ഒരു 70-75 കിലോ ഭാരം ഉണ്ടാവും. 2 വയസ്സെത്തുമ്പോൾ 1.5-2 കിൻഡലോളം ഭാരം വരുന്ന ബക്കുകളുണ്ടാവും. ഇത് മാംസോൽപാദനത്തിന് വേണ്ടി വളർത്തുന്ന സ്പെഷ്യൽ ബ്രീഡാണ്. ബീറ്റൽ പെണ്ണാടാണ്. ഇതിൽ ബീറ്റലിൽ തന്നെ ഒരു അവാന്തര വിഭാഗമാണ് ജർഖാന എന്ന് പറയും. ഇതിന് പാലുൽപാദനത്തിന് മാത്രമാണ് ഇവരെ വളർത്തുന്നത്. 3-4 ലിറ്ററോളം പാല് കിട്ടും ഇവർക്ക്. ഇത് ബീറ്റലാടിൻ്റെ എല്ലാ സവിശേഷതകളും ഉണ്ട് ഇതിന്. കൂട്ടത്തിൽ ഇതിന് ചെവി മാത്രം വൈറ്റ് ആയിരിക്കും, പിന്നെ കണ്ണ് പ്യുവർ വൈറ്റ് ആയിരിക്കും. ഇത് പെണ്ണാടുകൾ ശരീരഭാരം ഒരു 40-50 കിലോ ഉണ്ടാവുള്ളൂ. പക്ഷേ 3-4 ലിറ്ററോളം പാലുണ്ടായിരിക്കും ഇവർക്ക്. ഞാൻ ഔഷധിയിൽ പാല് കൊടുക്കുന്നതുകൊണ്ട് ജർഖാനകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇത് എൻ്റെ ലോൺ പാസ്സായി കഴിഞ്ഞത് 50 എണ്ണമാണ് ഞാൻ ബുക്ക് ചെയ്തിരിക്കുന്നത്. ജർഖാനകൾ ഇനി വരുന്നുണ്ട്. 100 എണ്ണത്തിൻ്റെ സ്കീമാണ്, നബാർഡിൻ്റെ സ്കീമാണ് എനിക്ക് സാങ്ഷൻ ആയിരിക്കുന്നത് ഫെബ്രുവരിയിൽ. അത് ഫെബ്രുവരി-മാർച്ചായിട്ട് ആടുകളോട് വരും. ഇതൊരു ക്രോസ് ബ്രീഡാണ്. ഇത് ജമുനാപാരി ആൽപൈൻ ക്രോസാണ്. ഇത് കടിഞ്ഞൂൽ തന്നെ 2 കുട്ടിയായിരുന്നു. ഇതിന് വയസ്സ് ഇപ്പോൾ 7 ഉണ്ട്. ഒരു 10 പ്രസവത്തോളം കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള എല്ലാ പ്രസവത്തിലും 3-4 കുഞ്ഞുങ്ങൾ ഉണ്ടാവാറുണ്ട്. പ്യുവർ വൈറ്റാണ് ഉണ്ടാവുന്നത്. ഇതിൻ്റെ തൊക്കൊക്കെ പിങ്ക് കളറാണ്. പ്യുവർ വൈറ്റാണിത്. ഫാമിലെ ഏറ്റവും പ്രായമുള്ള ആടാണിത്. 7 വയസ്സുണ്ട് ഈ ആടിന്. ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങളുടെ ഉൽപ്പാദനത്തിലും പാലുൽപാദന ശേഷിയിലും മുന്തിയനാണ്. പക്ഷേ ഇത് പ്യുവർ ബ്രീഡല്ല, ക്രോസ് ബ്രീഡാണ്. അതുകൊണ്ട് കുട്ടികൾക്ക് പ്യുവർ ബ്രീഡിൻ്റെ വില കിട്ടാറില്ല. ഒരു 7,000-8,000 രൂപയ്ക്കൊക്കെ ഈ ആടിൻ്റെ കുട്ടികളെ വിൽക്കേണ്ടി വരും. കുട്ടികളെ എണ്ണം കൂടുതൽ കിട്ടുന്നതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ജമുനാപാരിയുടെയൊക്കെ പൈസ നമുക്ക് മൊത്തത്തിൽ സംഖ്യ കിട്ടും. പക്ഷേ കുട്ടികൾ എണ്ണത്തിൽ കൂടുതൽ ഉണ്ടാവാറുള്ളതുകൊണ്ട് പാലും അത് കാരണം ഈ ബ്രീഡിനെ ഞാൻ കൊടുത്തു വിടാതെ പാരൻസ് സ്റ്റോക്കിൽ നിർത്തിയിരിക്കുന്നു. 7 വയസ്സുണ്ട് ഇതിന് പ്രായം. 3.5 ലിറ്റർ മുതൽ 4 ലിറ്റർ വരെ ഇതിനെ കറക്കാറുണ്ട്. 6 മാസത്തോളം ഇതിന് കറവയുണ്ട്. ഒരു വർഷത്തിൽ 1.5 കൊല്ലത്തിൽ 2 പ്രസവം കിട്ടും ഇതിന്. ജമുനാപാരി ആണെങ്കിൽ 1.5 വർഷത്തിൽ 1 പ്രസവം ഉണ്ടാവുള്ളൂ. 1 കുട്ടി ഉണ്ടാവും ജമുനാപാരിക്ക് ഉണ്ടാവുള്ളൂ. ഇതിന് 4 കുട്ടിയുണ്ട്. ജമുനാപാരിക്ക് മറ്റുള്ള ഒരു 10 മാസവും കറവയായിരിക്കും ജമുനാപാരി അടിമുടി ഒരു ഡയറി ആടാണ്. ഇതൊരു ക്രോസ് ബ്രീഡ് ആയതുകൊണ്ട് നമുക്ക് രണ്ടും ഒരു ബാലൻസ്ഡ് ആടായിട്ട് കർഷക മിത്രമായിട്ട് നമുക്ക് കൂട്ടാം. കാരണം നമുക്ക് വിൽപ്പന കുഞ്ഞുങ്ങളെ വിറ്റിട്ടും പാല് വിറ്റിട്ടും ഒരു സാമ്പത്തികമായിട്ട് നമുക്ക് നല്ല നിലയിലാവാൻ ഈ ആട് ഇണങ്ങിയ ആടാണ്. കൂടാതെ പാൽ വിൽപ്പനയുമുണ്ട്. ദിവസം 10 ലിറ്ററോളം പാൽ ലഭിക്കുന്നു. ഇത് മുഴുവനും കേരള സർക്കാരിൻ്റെ ആയുർവേദ ഔഷധ നിർമ്മാണശാലയായ ഔഷധിയിലാണ് എത്തിക്കുന്നത്. ഔഷധക്കൂട്ടായും മാധ്യമമായുമൊക്കെ ആട്ടിൻപാൽ ഉപയോഗിക്കുന്നുണ്ട്. ലിറ്ററിന് 100 രൂപ നിരക്കിലാണ് ആട്ടിൻപാൽ വിൽപ്പന. മുഖ്യമായിട്ടും ആയുർവേദ സ്ഥാപനങ്ങളിൽ പ്രത്യേകിച്ച് ഔഷധിയിലാണ് ഞാൻ പാല് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ പലതരം കേശതൈലങ്ങൾക്കാണ് ആട്ടിൻപാലിൻ്റെ ഉപയോഗം ഏറ്റവും കൂടുതലായിട്ടുള്ളത്. ആടിൻ്റെ മൂത്രം അവർ വാങ്ങാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അവർ പറഞ്ഞ മാത്രയിൽ സ്റ്റെറിലൈസ് ചെയ്ത ബോട്ടിൽ ഞാനത് കൊടുക്കണം. എനിക്ക് ഈ കൂടിൻ്റെ അടിയിൽ ഫാബ്രിക്കേറ്റ് ചെയ്യേണ്ടി വരും. ഈ 2000 സ്ക്വയർ ഫീറ്റിൽ പ്രത്യേക രീതിയിൽ ഫാബ്രിക്കേറ്റ് ചെയ്യണമെങ്കിൽ 1 ലക്ഷം രൂപയോളം ചിലവുണ്ട്. കാട്ടവും മൂത്രം സെപ്പറേറ്റ് രീതിയിൽ സംഭരിച്ചിട്ട് അവർ തരുന്ന ക്യാനിൽ മൂത്രം കൊടുക്കുകയാണെങ്കിൽ കിലോയ്ക്ക് 9 മുതൽ 12 രൂപ വരെ അവർ നമുക്ക് തരും. പാല് ഞാൻ അതിരാവിലെ 6-6:30 അവിടെ ഔഷധിയിൽ എത്തിക്കാറുണ്ട്. ഇപ്പം നിലവിൽ 10 ലിറ്ററാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അവർ മറ്റുള്ള തൈക്കാട്ടുമൂസ് വൈദ്യരത്ന ഔഷധശാല അതുപോലെ മറ്റുള്ള ജില്ലകളിലത്തെ ഫാക്ടറികളിൽ കൂടുതൽ പാല് എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങാമെന്നുള്ള വാക്കാലുള്ള കരാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. പാലുൽപാദനം കൂട്ടണ മുറയ്ക്ക് ഞാൻ ഈ സ്ഥലങ്ങളിലൊക്കെ പാല് എത്തിക്കുന്നതാണ്. അങ്ങനെയാണ് ഇതിൻ്റെ വ്യാപാരമായിട്ടുള്ള തിരിച്ചടവൊക്കെ ഉദ്ദേശിക്കുന്നത്. തൃശൂർ ഗവൺമെന്റ് ട്രെയിനിംഗ് കോളേജിൽ ജോലിയെടുക്കുന്ന രാധാകൃഷ്ണൻ പകൽ സമയം അത്രയും പ്രവർത്തന നിരതനാണ്. രാവിലെ ഉണർന്നെണീക്കുന്ന സമയം മുതൽ ഓഫീസിലേക്ക് പുറപ്പെടുന്നതുവരെയും വൈകിട്ട് തിരിച്ചെത്തിക്കഴിഞ്ഞാലും ആടുഫാമിന്റെ തിരക്കുകളിൽ മുഴുകുന്ന ഈ കർഷകൻ തന്റെ സംരംഭത്തിന്റെ ഉന്നതിക്കായി പൂർണ്ണ ശ്രദ്ധയർപ്പിക്കാൻ സന്നദ്ധനായ ഒരു പ്രൊഫഷണൽ തന്നെയാണ്.
കാര്യനിർവഹണത്തിൽ ഉത്സാഹവും മികവും പുലർത്തുന്ന ഈ സംരംഭകൻ ഔദ്യോഗിക കാര്യങ്ങൾക്കും വീട്ടാവശ്യങ്ങൾക്കും സമയം പകുത്തു നൽകുന്നതിലും ഉയർന്ന കൃത്യതാബോധം പ്രദർശിപ്പിക്കുന്നു. ഞാൻ കോളേജ് വിദ്യാഭ്യാസ വകുപ്പിലെ ലൈബ്രറി അസിസ്റ്റൻ്റായിട്ടാണ് ജോലി ചെയ്യുന്നത്. എൻ്റെ വർക്കിംഗ് ഹവേഴ്സ് അവിടെ ഓഫീസിൽ 10 മുതൽ 5 വരെയാണ്. ഞാൻ ഒരു യൂണിറ്റ് ആടിനെയാണ് ഇപ്പോൾ നോക്കണേ. 20 ഫീമെയിലും 1 മെയിലും ആണ് ശരിക്കും ഒരു യൂണിറ്റ്. അപ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് ഒന്നിലധികം മെയിലുകളുണ്ട് ഇവിടെ ബ്രീഡിംഗ് ഉള്ളതുകൊണ്ട്. ഞാൻ അതിരാവിലെ 6 മണിക്ക് മുമ്പായിട്ട് ഇവിടെ ഫാമിൽ ഹാജരാണ്. തീറ്റയൊക്കെ പ്ലാവില അതുപോലെ പച്ചപ്പുല്ല് ഇതൊക്കെ സംഭരിക്കാനായിട്ട് ഞാൻ കുറച്ച് ജോലിക്കാരെ പുറത്ത് ചുമതലപ്പെടുത്തിയിട്ടുണ്ടാവും. അവർ തീറ്റ എത്തിക്കും. അവർക്ക് അതിൻ്റെ ചെറിയ ചിലവുണ്ടെങ്കിൽ അത് ഞാൻ കൊടുത്തിട്ടുണ്ടാവും. അതിരാവിലെ 6 മണിക്ക് വന്ന് ഒരു 8 മണി 8:30 കൂടി 8:30 കൂടി എൻ്റെ തീറ്റ കൊടുക്കൽ ഒരുമാതിരി പച്ചിലകൾ മാത്രമേ രാവിലെ കൊടുക്കുള്ളൂ. പച്ചലയും അതുപോലെ വെള്ളവും കൊടുത്തിട്ടാണ് ഞാൻ ഓഫീസിലേക്ക് പോകുന്നത്. ഇവിടുന്ന് 9 മണി 9:30 ആകുമ്പോഴേക്കും എൻ്റെ പണി പൂർത്തിയായിട്ടുണ്ടാവും. പിന്നെ എൻ്റെ കൂടിൻ്റെ ഫ്ലോറ് തട്ട് ഞാൻ ഇതുപോലെ മരമാണ് അടിച്ചിരിക്കുന്നത്, റീപ്പറാണ് അടിച്ചിരിക്കുന്നത്. ഇവിടെ കൃത്യമായിട്ട് ചൂല് ഉപയോഗിച്ച് അടിച്ച് വൃത്തിയാക്കി അങ്ങനെ തൂത്ത് വൃത്തിയാക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. സാധാരണഗതിയിൽ സ്വാഭാവികമായിട്ട് ഇത് വൃത്തിയാവും. അപ്പോൾ തീറ്റ കൊടുക്കുക എന്നുള്ള പണി മാത്രമേ എനിക്കുള്ളൂ. പിന്നെ മെഡിസിൻ ഉണ്ടെങ്കിലാണ് ഈ സമയക്രമമൊക്കെ തെറ്റുക. അപ്പോൾ ഞാൻ രോഗം വരാതിരിക്കാൻ ആണ് എൻ്റെ ബദ്ധശ്രദ്ധ. രോഗം വന്നു കഴിഞ്ഞാൽ 4 ഇരട്ടി സമയം എനിക്ക് ഇവിടെ ചിലവഴിക്കേണ്ടി വരും. അപ്പോൾ സാധാരണഗതിയിൽ അതല്ലാതെ തീറ്റ കൊടുത്ത് പോവുകയാണെങ്കിൽ 10 മണിക്ക് എനിക്ക് ഓഫീസിലെത്താൻ വേണ്ടി ബുദ്ധിമുട്ടില്ല. അതുപോലെ ജോലി കഴിഞ്ഞ് വന്ന 6 മണിക്ക് ഞാൻ തിരിച്ചു, ഒരു 5:30-6 മണിക്ക് ഇവിടെ തിരിച്ചെത്തും. 5 മണിക്ക് ഓഫീസിൽ നിന്ന് ഞാൻ തിരിച്ചു പോരുന്നതാണ്. 6 മണിക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഞാൻ പിന്നെ ഇതിൻ്റെ സമീകൃതമായിട്ടുള്ള പരീക്ഷാഹാരങ്ങളൊക്കെ വീട്ടിൽ തയ്യാറാക്കി വെച്ചിട്ടുണ്ടാവും. 1/2 കിലോമീറ്റർ അകലെയാണ് എൻ്റെ വീട്. അവിടെ നിന്ന് വണ്ടിയിൽ എൻ്റെ ബൈക്കിൽ ഇതൊക്കെ സെറ്റ് ചെയ്ത് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരും. ഒരു 8-9 മണി വരെ ഞാൻ ഇവിടെ ഉണ്ടാവും. വീണ്ടും ഞാൻ ഇലയും ഇതുപോലെ പരീക്ഷാഹാരങ്ങളും പിണ്ണാക്കും അനുബന്ധമായ സാഹചര്യങ്ങളൊക്കെ ഇവിടെ കലക്കി വെള്ളമൊക്കെ വീണ്ടും കൊടുത്ത് തിരിച്ച് രാത്രി പോവും. ഏറ്റവും ആദ്യം രാവിലെ വന്ന ഉടനെ ഞാൻ ചെയ്യുന്ന പണി കറവയാണ്. ഇപ്പോൾ നിലവിലൊരു 6 ആടിനെയാണ് കറക്കണത്. ആ കറവ കഴിഞ്ഞ് പാൽ ഇവിടുന്ന് കുപ്പിയിലേക്ക് ഇവിടുന്ന് കൊണ്ടുപോകും. അത് കൊടുത്ത് തിരിച്ച് വന്നിട്ട് 8:30 തീറ്റ കൊടുക്കുക. 8:30 മുതൽ 9:30 9:45 വരെ പണി കഴിഞ്ഞ് ഞാൻ ഓഫീസിൽ വീട്ടിൽ ചെന്ന് അങ്ങനെ കുളിച്ച് ഡ്രസ്സ് മാറി പോകും. ഒരു യൂണിറ്റ് ആടാണെങ്കിൽ, അതായത് 20 ആട് 25 ആടാണെങ്കിൽ എനിക്ക് തന്നെ വേറെ പുറത്തുനിന്ന് ജോലി വയ്ക്കുക ആളെ വയ്ക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. തന്റെ ഫാം വിപുലീകരിക്കുവാനുള്ള കഠിന പരിശ്രമത്തിലാണ് ഇപ്പോൾ രാധാകൃഷ്ണൻ. ഇതിനായി ഫാമിൻ്റേതായിട്ടുള്ള എല്ലാ ആവശ്യങ്ങളും നിറവേറ്റാൻ പോന്ന അതിബൃഹത്തായ ഒരു പദ്ധതിയാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അതിൻ്റെ മുന്നോടിയായിട്ടാണ് ആധുനിക രീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ ആട്ടിൻകൂട്. നബാർഡിന്റെ ധനസഹായത്തിനായി അഭ്യർത്ഥിച്ചിട്ടുണ്ട്. വലിയ കാലതാമസമില്ലാതെ തന്നെ ലോൺ ലഭ്യമാകും എന്നുള്ള പ്രതീക്ഷയിലാണ് രാധാകൃഷ്ണൻ. എൻ്റെ കൂടിൻ്റെ അടിത്തറയാണിത്. ഇതുപോലത്തെ 21 പില്ലറുകളാണ് ഞാൻ വാർത്തിരിക്കുന്നത്. ഇത് 5 അടി ഹൈറ്റാണ് ഈ പില്ലറിന്. ഇത് 2 അടി താഴ്ചയിൽ 2 അടി സ്ക്വയറിൽ കോൺക്രീറ്റ് ചെയ്തിട്ട് കമ്പി കെട്ടി വാർത്ത് കയറ്റിയ പില്ലറാണ്. പില്ലറിന് ചുറ്റും ഞാൻ ഇതിൻ്റെ മുകളിൽ സി ചാനലാണ് കൊടുത്തിരിക്കുന്നത്. 4 mm സി ചാനലാണ്. അങ്ങനെ 23 സി ചാനൽ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ തൂണുകൾ 21 എണ്ണമാണ്. ഇതിനി താഴെ ഇതിൻ്റെ കാഷ്ടവും
മൂത്രവും വേറെ വേറെ സംഭരിക്കാൻ വേറെ വേറെ ശേഖരിക്കാനായിട്ട് ഫാബ്രിക്കേഷൻ വർക്ക് ബാലൻസ് കിടക്കുകയാണ്. ഞാൻ ലോൺ വെയിറ്റ് ചെയ്യണു അതിന് വേണ്ടി. അത് 1 ലക്ഷം രൂപയോളം ചിലവുണ്ടാവും ഇതിൻ്റെ ഫാബ്രിക്കേഷൻ വർക്കിന്. ഇതിൻ്റെ ബോട്ടത്തിൽ ഇതിൻ്റെ അടിഭാഗത്ത് ഇങ്ങനെ 2 തരത്തിൽ സ്ലോപ്പാക്കി നമ്മൾ ഫാബ്രിക്കേറ്റ് ചെയ്യും. അതിന് പില്ലറിലാണ് അത് ഉറപ്പിക്കുന്നത്. അത് കഴിഞ്ഞത് പ്ലാസ്റ്ററിങ്ങും ഇത് പെയിൻറ്റിങ്ങും ഒക്കെ ബാലൻസ് കിടക്കുകയാണ് ഇതിൻ്റെ വർക്കുകൾ. ഈ കാഷ്ടമൊന്നും ഇനി തറയിൽ വീഴില്ല, നേരെ നമ്മൾക്ക് ടാങ്കിൽ സംഭരിക്കാൻ പറ്റും. ഈ കാഷ്ടത്തിനും മൂത്രത്തിനും പ്രത്യേകം വിപണിയുണ്ട്. കർഷകരാണ് ഇവിടെ ലോക്കൽ, പ്രത്യേകിച്ച് വാഴ കർഷകരാണ് ഇതിൻ്റെ കാഷ്ടം സംഭരിക്കുന്നത്. ഒരു ബക്കറ്റിന് ഞാൻ 50 രൂപയ്ക്കാണ് വിൽക്കുന്നത്. മൂത്രം അവർ ഔഷധിയും അതുപോലെ ആയുർവേദ ഉൽപ്പാദകരും മരുന്ന് ഉൽപ്പാദകരും മൂത്രം സംഭരിക്കുന്നുണ്ട്. വില്ലുവാതി ഗുളികയാണ് ഈ ആടിൻ്റെ മൂത്രത്തിൽ സൂക്ഷിക്കുന്നത്. അതിന് ലിറ്റർ 9 രൂപ മുതൽ 12 രൂപ വരെ അവർ തരുന്ന സംഭരണിയിൽ നമ്മൾ ശേഖരിച്ച് കൊടുത്താൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇതിന് ലോൺ പാസ്സാവുന്ന മുറയ്ക്ക് ഈ ഫാബ്രിക്കേഷൻ വർക്കും ഞാൻ പൂർത്തിയാക്കും. അറിവും ഉത്സാഹവും ആത്മവിശ്വാസവുമാണ് ഈ സംരംഭകന്റെ കൈമുതൽ. താൻ ഏർപ്പെട്ടിരിക്കുന്ന പ്രവർത്തന രംഗത്ത് പൂർണ്ണ വിജയം കൈവരിക്കുമെന്ന ദൃഢനിശ്ചയവും രാധാകൃഷ്ണന് കരുത്തും ഊർജവുമേകുന്നു. ആ ലക്ഷ്യത്തിലേക്ക് ഇനി അധികം ദൂരം ഉണ്ടാകില്ല എന്നു തന്നെയാണ് നമ്മുടെ മുമ്പിലുള്ള ദൃശ്യങ്ങൾ നമ്മോട് പറയുന്നത്.